യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുമായുള്ള ചർച്ച ഗുണപരമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. വ്ളാഡിമിർ പുടിൻ്റെ നിബന്ധനകളിൽ സംശയം പ്രകടിപ്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈൻ പ്രസിഡന്റും. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് ബി പി ജെയിംസ് സംസാരിക്കുന്നു. ബി പി ജെയിംസ്, പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളെക്കുറിച്ച് എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ് ബി പി ജെയിംസ്. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. ജീവിതം കുഴപ്പമില്ലാതെ പോകുന്നു. ജെയിംസ്, ഒരു കാര്യം, ആ യാത്രയുടെ കാര്യം, ജെയിംസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ ഈ പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി കുടിച്ചായിരുന്നു? ഓ, ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്. ഓക്കെ, ആ പഴങ്കഞ്ഞി കുറച്ച് കൂട്ടണം ജെയിംസ്. ആ വീരും ആ ചൂരും ആരോഗ്യമൊക്കെ കുറച്ചുകൂടെ വരട്ടെ. അത് ഇപ്പൊ ഒരു കുഴപ്പമില്ല, അത് ഇച്ചിരി കൂടുതലാണോ എന്നാ സംശയം. അയ്യോ, കൂട്ടരുത്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ബി പി നമ്മുടെ വാർത്തകളിലേക്ക്. ഈ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തെളിയുമ്പോഴും ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ചില നിലപാടുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉക്രൈനിലൊക്കെ സംശയം ജനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ട്രംപ് വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ്. റഷ്യയുമായിട്ട് ട്രംപിൻ്റെ പ്രതിനിധി, US-ൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യയിൽ പോയി നടത്തിയ ചർച്ച ഗുണപരമായിരുന്നു, ഫലപ്രദമായിരുന്നു എന്നാണ്, പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ആ ട്രംപിൻ്റെ അഭിപ്രായമൊന്നും യൂറോപ്യൻ രാജ്യങ്ങൾക്കില്ല. യൂറോപ്പിൽ നിന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞത് പുള്ളിയെ വിശ്വസിക്കാൻ അത്ര കൊള്ളില്ല, അദ്ദേഹം ഇങ്ങനെ ഇത് വലിച്ചു നീട്ടുകയാണ്, റഷ്യയെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുടിനെ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തിരിച്ചടി ഉണ്ടാവണം. ട്രംപിനോട് പരോക്ഷമായിട്ട് പറഞ്ഞ മറുപടിയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് തന്നെ 25 രാജ്യങ്ങളിലെ നേതാക്കന്മാർ ഓൺലൈനായിട്ട് കൂടുന്നുണ്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ. യൂറോപ്യൻ രാജ്യങ്ങളെ ഈ ചർച്ചയിലൊന്നും ട്രംപ് പങ്കെടുപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിനിടയിൽ യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഈ റഷ്യ യഥാർത്ഥത്തിൽ 1 മാസത്തെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറയുകയും കടുത്ത നിബന്ധനകൾ വെച്ച് സമാധാന പദ്ധതിയെ അട്ടിമറിക്കുകയും ചെയ്യുന്നു എന്നാണ് സെലൻസ്കി പറയുന്നത്. പ്രത്യേകിച്ച് അവർ പറയുന്നത്, ഞങ്ങൾ പിടിച്ചെടുത്ത 20% പ്രദേശങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലിരിക്കും, ക്രിസ്കിൽ നിന്ന് ഇറങ്ങിപ്പോകണം തുടങ്ങിയിട്ട് ഒരു തരത്തിലും നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 മാസത്തെ നിബന്ധനകളില്ലാത്ത വെടിനിർത്തലാണ് വേണ്ടതെന്ന് സെലൻസ്കി പറയുന്നു. അപ്പോൾ ആ തരത്തിൽ ഉക്രൈൻ യുദ്ധം തീരാനുള്ള സാധ്യത തെളിയുന്നു. പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ട്രംപിനെ പിണക്കാൻ വയ്യ, എന്നാൽ കടുത്ത നിബന്ധനകളുമായിട്ട് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ മുഴുവൻ കയ്യിലിരിക്കണം, ഇല്ലെങ്കിൽ എന്തിന് കഴിഞ്ഞ 3 വർഷം യുദ്ധം ചെയ്ത് ദശലക്ഷക്കണക്കിന് കോടി നഷ്ടപ്പെടുത്തിയെന്ന ഇതിന് റഷ്യയോടും ലോകത്തോടും ഉത്തരം പറയേണ്ടി വരും പുടിൻ ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു: നാറ്റോയിൽ അംഗത്വം കൊടുക്കാൻ പാടില്ല. നാറ്റോ അംഗത്വത്തിൻ്റെ പേരിലാണ് യുദ്ധം ആരംഭിച്ചതെന്നാണ് പുടിൻ പറയുന്നത്. എന്തായാലും ഉക്രൈൻ യുദ്ധം എങ്ങനെ പോയാലും 1 മാസത്തിനുള്ളിൽ തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെടിനിർത്തൽ ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം, പക്ഷേ ചില കടമ്പകളുണ്ട്. അതിനിടയിൽ SKN ഒരു വലിയ നിർദ്ദേശം, ഇപ്പോൾ ഈ ഉക്രൈൻ യുദ്ധം പോലെ തന്നെ കടുത്ത രീതിയിൽ പോയതാണ് ഇസ്രായേൽ യുദ്ധം. ഇസ്രായേൽ ഹമാസ് 15 മാസത്തിന് ശേഷം ഇപ്പോഴും ഇസ്രായേൽ ഈ മണിക്കൂറുകളിലും ആക്രമണം നടത്തി 2 പേർ കൊല്ലപ്പെട്ടു ഗസയിൽ. അതിനിടയിൽ ഒരു വാർത്ത അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ടിരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് കിഴക്കൻ ആഫ്രിക്കയിലെ 3 രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തി. എന്താണ് കാര്യം? ഗസയിലെ പാലസ്തീൻകാരായിട്ടുള്ള 20 ലക്ഷത്തിലേറെ പേരെ അങ്ങോട്ട് കുടിയൊഴിപ്പിക്കണം. എവിടേക്ക്? ആഫ്രിക്കൻ രാജ്യങ്ങൾ, വളരെ ദരിദ്ര രാജ്യങ്ങളാണ്. ഒരു തരത്തിൽ അവിടെ സുഡാനിലൊക്കെ വംശീയ കലാപം തകർന്ന് തരിപ്പണമാണ്. ഏതാണ്ട് 1,25 ലക്ഷത്തോളം അഭയാർത്ഥികൾ ഈ രാജ്യത്തിനുള്ളിൽ തന്നെയുണ്ട്. സൊമാലിയ ഏറ്റവും കടുത്ത ദാരിദ്ര്യമുള്ളതാണ്. സൊമാലിയയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ സൊമാലിലാൻഡ്, ഈ 3 രാജ്യങ്ങളിലേക്ക് ഈ പാലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കാനാണ് ഇപ്പോൾ ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും പ്ലാനിട്ടത്. അത് ഇവർ ഒളിച്ചു വെച്ചതായിരുന്നു. അത് അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ടു എന്നത് വലിയ ചർച്ചയായിരിക്കുന്നു, വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. അറബ് രാജ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ യോഗം ചേർന്ന് പറഞ്ഞത് പലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കാതെ ഗസയിൽ വീണ്ടും പുനർനിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ എതിർപ്പുണ്ട്, ഹമാസ് അടക്കമുള്ള സംഘടനകളുടെ എതിർപ്പുണ്ട്. എന്നാൽ ഇസ്രായേലും അതുപോലെ തന്നെ ട്രംപും മുന്നോട്ട് പോവുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും, ഗസയിലെ മുഴുവൻ പാലസ്തീൻകാരും അവിടുന്ന് കുടിയൊഴിപ്പിച്ചിട്ട് അവിടെ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാം, 5 സ്റ്റാർ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, കടൽ തീര റിസോർട്ടുകളൊക്കെ സ്ഥാപിക്കാമെന്ന് പറഞ്ഞപ്പോൾ വലിയ എതിർപ്പ് വന്നതാണ്. പക്ഷേ ഇത് ട്രംപ് തമാശ പറഞ്ഞു എന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. പക്ഷേ ട്രംപിൻ്റെ തമാശയായിരുന്നില്ല, ട്രംപ് അത് കാര്യമായി എടുത്തിരിക്കുന്നു. ആ രീതിയിൽ ഇസ്രായേൽ ഒപ്പം നിൽക്കുന്നു. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ ഈ ബന്ദികളെ, ഒരു ബന്ദിയെ കൂടി വിട്ടുകൊടുക്കാനുണ്ട്. അമേരിക്കൻ പൗരയായിട്ടുള്ള ഇസ്രായേൽ
വംശജരെയാണ് വിട്ടുകൊടുക്കാനുള്ള അത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുകയാണ്. പക്ഷേ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഇതുവരെ വേണ്ട പോലെ ആരംഭിച്ചിട്ടില്ല. SK. ഓക്കെ, താങ്ക് യു. പി ജെയിംസ്, ഇപ്പോൾ ശരിക്കും നമുക്ക് ഒരു ആശ്വാസമുള്ള വാർത്ത നമ്മുടെ സുനിത വില്യംസിനെയും അതുപോലെ ബൂച്ച് ബെൽമോറിനെയും ഭൂമിയിലേക്ക് മറ്റ് രണ്ടുപേരും കൂടിയുണ്ട്. അവരുടെ പേരുകൾ എന്താണെന്ന് എനിക്കറിയില്ല. അവർ 4 പേരെ കൂടി ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള വണ്ടി യാത്ര ആരംഭിച്ചു. SKN ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും പേര് കൂടുതലായിട്ട് ഉയർന്നു വരുന്നത് അവർ 8 ദിവസത്തെ യാത്രയ്ക്കാണ് ബഹിരാകാശ സ്റ്റേഷനിലേക്ക് പോയത്. പോയ വഴിയിൽ തന്നെ നമ്മുടെ ബോയിങ് കമ്പനിയുടെ സ്റ്റാർ ലൈനർ ചതിച്ചു, ഹീലിയം ലീക്കായി, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി, പ്രഷർ വേരിയേഷൻ ഉണ്ടായി. ഇതേ തുടർന്ന് അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. 8 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ 9 മാസമായി അവർ അവിടെ കുടുങ്ങിക്കിടപ്പാണ് ബഹിരാകാശ സ്റ്റേഷനിൽ. പിന്നെ അവർക്ക് ജോലി മാറ്റിക്കൊടുത്തു. ഈ ബഹിരാകാശ സ്റ്റേഷനിൽ റൊട്ടേറ്റിംഗ് ഷിഫ്റ്റിലാണ് ആൾക്കാർ ജോലി ചെയ്യുന്നത്. ആ ഷിഫ്റ്റിൻ്റെ ഭാഗമാക്കി മാറ്റി അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ വലിയ രാഷ്ട്രീയ വിവാദമുണ്ടായി. എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിലെ തലവനാണ്. അദ്ദേഹം പറഞ്ഞത് ജോ ബൈഡൻ്റെ അടുത്ത് താൻ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരുന്നു, ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ സ്പേസ് എക്സിൻ്റെ മറ്റേ റോക്കറ്റിൽ പേടകം അയക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ജോ ബൈഡൻ അത് കേൾക്കാൻ തയ്യാറായില്ല. അതേ തുടർന്ന് ഇവരെ യഥാർത്ഥത്തിൽ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും അന്നത്തെ അമേരിക്കൻ ഭരണകൂടം തഴയുകയായിരുന്നു. അവരെ മരിക്കാൻ വിടുന്ന തരത്തിലേക്ക് വിടുകയായിരുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണമുണ്ടായി. ആ ആരോപണത്തെ തുടർന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഇവരെ തിരിച്ചു കൊണ്ടുവരാമായിരുന്നു എന്നാണ് ട്രംപും എലോൺ മസ്കും കൂടി പറയുന്നത്. പക്ഷേ ആ തരത്തിലൊന്നും നാസയോട് പറഞ്ഞിട്ടില്ല എന്ന് നാസ പറയുന്നു. എന്തായാലും അത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചു വരാനായി നാസയും എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും ചേർന്ന് ഫാൽക്കൻ 9 എന്ന റോക്കറ്റ് വിട്ടിരിക്കുന്ന റോക്കറ്റിലാണ് ക്രൂ മിഷൻ 10 എന്ന പേടകമുള്ളത്. അതിൽ 4 ആസ്ട്രോനോട്ട്സ് അങ്ങോട്ട് പോയിട്ടുണ്ട്. SKN 4 ആസ്ട്രോനോട്ടിന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അമേരിക്കയുടെ 2 ആസ്ട്രോനോട്ട്, ജപ്പാൻ്റെ ഒരു ആസ്ട്രോനോട്ട്, അതുപോലെ തന്നെ റഷ്യയുടെ ഒരു കോസ്മോനോട്ട്, അപ്പം പെസ്കോവ് എന്ന നാളെ കാണാം.